ഹലോ ഫ്രണ്ട്സ്, ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, നമ്മൾ സാധനങ്ങളൊക്കെ പാക്കറ്റിൽ മേടിച്ചിട്ട് അത് നമ്മൾ ഡപ്പയ്ക്കകത്ത് ഇട്ട് വെക്കും, ഓരോ കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കും. അപ്പോൾ പയർവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഉഴുന്ന് അല്ലെങ്കിൽ കടലയൊക്കെ ആയിക്കോട്ടെ ഇട്ട് വെക്കും. അപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഇങ്ങനെ എടുക്കണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ ആഴ്ച എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ചിലപ്പോൾ അത് എടുക്കുന്നത് നെക്സ്റ്റ് വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പിരി ഡേറ്റൊക്കെ നമ്മൾ അതിൽ എഴുതി ഒട്ടിക്കാറുണ്ട്. ചിലപ്പോൾ എപ്പോഴും അത് സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് ഒട്ടി വയ്ക്കാനായിട്ട് സെല്ലോ ടേപ്പൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. ആ പാക്കറ്റിലുള്ള എക്സ്പിരി ഡേറ്റിൻ്റെ പാർട്ട് മാത്രം വെട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആ കണ്ടെയ്നറിൽ ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അതിൽ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ആ കണ്ടെയ്നറിൻ്റെ ലിഡിൽ ഉള്ളിലോട്ട് ഇത് പ്രസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ കണ്ടെയ്നർ അടച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എക്സ്പിരി ഡേറ്റൊക്കെ അറിയാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോഴും ആ എക്സ്പിരി ഡേറ്റ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ പൊടിവകകളൊക്കെ നമ്മൾ മേടിച്ച് സൂക്ഷിക്കാറുണ്ട്. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ പാക്കറ്റിൽ മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ അറിയാനായിട്ട് ഈ രീതിയിൽ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, നമ്മളിപ്പം ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിൻ്റെ ലിഡ് ചിലപ്പോൾ പെട്ടെന്ന് ലൂസാകാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ സാധനങ്ങളൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ല, പെട്ടെന്ന് എയർ കയറും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് ആ കണ്ടെയ്നറിൻ്റെ ലിഡ് പാർട്ട് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ ലിഡ് വെച്ച് അടയ്ക്കുമ്പോൾ അവിടെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിനുള്ളിലേക്ക് എയറൊന്നും കയറത്തില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ടിപ്പ്, 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ആ എടുത്ത ഏലക്ക തേയിലപ്പൊടിക്ക് അതോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുന്നു. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ഫ്രഷ്നെസ്സും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അടുത്ത 4-മത്തെ ടിപ്പ്, കുറച്ച് ചകിരിനാര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചകിരിനാര് വെച്ചിട്ട് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോഴേ ആ എടുത്തിരിക്കുന്ന ചകിരിനാര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നീളത്തിലുള്ള ചകിരിനാര് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചകിരിനാര് ഒന്നുകിൽ തീ കത്തിക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ കളയും, അല്ല ചെടിയുടെ ചോട്ടിലൊക്കെ കൊണ്ടിടും. പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് നോക്കാം. എടുത്തിരിക്കുന്ന ചകിരിനാര് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നീളത്തിലുള്ള എല്ലാം കൂടെ ഒരേപോലെ അടുക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അത് ആ മിഡിൽ ഭാഗത്തു നിന്നൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ആ മുറിച്ച് മാറ്റിയ ഭാഗത്തും ഇതേപോലെ അടുക്കി എടുത്തിട്ട് ഇത് നേരത്തെ ഉള്ളതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ കിടക്കുന്ന ആ തുമ്പെല്ലാം ഒന്ന് സിസേഴ്സ് കൊണ്ടൊന്ന് വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ചുള്ളിക്കമ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ബ്രാഞ്ച് ഉള്ളത് വേണം നോക്കിയെടുക്കാനായിട്ട്. ബാമ്പുവിൻ്റെ സ്റ്റിക്കൊക്കെ ഇതുപോലുള്ള ബ്രാഞ്ച് ഉള്ളതൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോഴാ ചകിരിനാര് ആ ചുള്ളിക്കമ്പിൻ്റെ ബ്രാഞ്ചിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ചീ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ആ പൊടി അതെല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ നല്ല നീറ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും റെസിപ്പീസും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കയറി കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാവുന്നതാണ്. ഇനി എടുത്തിരിക്കുന്നത് ടേപ്പാണ്. ടേപ്പാണെങ്കിൽ ചകിരി നാരും ആ ചുള്ളിക്കമ്പും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ കമ്പിൻ്റെ പാർട്ടിൽ ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്.
ചകിരിനാരെല്ലാം ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ടുള്ളത് വെളിയോട്ട് കിടക്കുന്നൊക്കെ നമുക്ക് ലെവലാക്കണമെങ്കിൽ ഇതുപോലെ വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു അടിപൊളി ഒരു ബ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കും ആ പാനയിൽ ഓയിൽ തൂത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബ്രഷായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഈ വിൻഡോയിലൊക്കെ ഒരുപാട് പൊടികളുണ്ടാകും. അപ്പോൾ ആ പൊടികളൊക്കെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ഒരു തുണി എടുത്ത് തൂത്താൽ ചിലപ്പോൾ അത് പോകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ തൂത്ത് കളയുന്നതിന് ഇത് ഒരു ബ്രഷായിട്ട്, അങ്ങനെയുള്ള ബ്രഷായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഈ ടിപ്പെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക.